സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെടുത്ത് ചർച്ച ചെയ്തേനെ? ഇതിപ്പോൾ കൊണ്ട് ലോട്ടറി കിട്ടിയ പോലെ ഒരു സാധനം കിട്ടിയാണ്. ഒരു പ്രധാന കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അഴിമതി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മറച്ചു വെച്ചതാണ് ഇപ്പോൾ പൊങ്ങി വെച്ചത്. 2019 2020 ലോക്കൽ ബോഡിയിൽ നിങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്തുന്ന പറഞ്ഞ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പന്തംകൊളുത്തി പ്രകടനം നടത്തിയ പാർട്ടികളാണ് ഇവരെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് തോറ്റിട്ടില്ല. അന്ന് 555 സീറ്റോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ലോക്കൽ ബോഡിയിൽ കിട്ടിയത് ഇടതുപക്ഷ സർക്കാരിനാണ്, ഇടതുപക്ഷ ബോഡികളാണ് ഭരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം അതിനേക്കാളും ഇപ്പോൾ നോക്കിക്കേ, 2025 ആകുമ്പോൾ 2025 അത്രയും ബഹളം ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. അത്രയും ബഹളം നടക്കുന്നുണ്ടോ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്? അന്നത്തെ 2020 അത്രയും 19 ഉണ്ടായിരുന്ന അത്രയും പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതൊന്നും കണ്ടിട്ട് അതാണ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും തോന്നുന്നില്ല. അത് കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ രീതിയിൽ കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത്രയധികം കത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു വലിയ രീതിയിൽ വാർത്തയാവുന്നേ ഇല്ല. ചില ആൾക്കാരും ചില ചാനലുകൾ മാത്രം അതെടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഗ്യാസ് റൂട്ടിലേക്ക് ഇത് ഇറങ്ങുന്നുണ്ടോ?